എല്ലാവർക്കും വന്ദനം. എക്സൽ ഓൺലൈൻ സൺഡേ സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ചത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ ജീവിതത്തിൻ്റെ വലുപ്പത്തെക്കുറിച്ചാണ്. എത്ര മനോഹരമായ ജീവിതമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ? ഇന്ന് നാം വായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാക്യം സഭാപ്രസംഗി 12-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യമാണ്. സഭാപ്രസംഗി എക്ലീസിയാസ്റ്റിസ് 12:1. നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക, ദുർദിവസങ്ങൾ വരികയും എനിക്കിഷ്ടമില്ലെന്ന് നീ പറയുകയും ചെയ്യുന്ന കാലം സമീപിക്കുകയും സൂര്യനും വെളിച്ചവും നക്ഷത്രങ്ങളും ഇരുണ്ടുപോവുകയും ചെയ്ത ശേഷം മേഘങ്ങൾ മടങ്ങി വരികയും ചെയ്യും മുമ്പേ തന്നെ. ഇതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യൗവനക്കാര നിൻ്റെ യൗവനത്തിൽ നിൻ്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ദൈവമാണ് നമുക്ക് ഈ ജീവിതം തന്നത്. എന്തിനു വേണ്ടിയാണ്? അതാണിന്ന് നമ്മൾ ചിന്തിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടോ എന്തിനു വേണ്ടിയാണ് നാം ഈ ലോകത്തിൽ ജീവിക്കുന്നതെന്ന്? കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മൊബൈൽ ഫോൺ, ഈ മൊബൈൽ ഫോൺ ഉണ്ടാക്കിയൊരു കമ്പനിയുണ്ട്. ഉണ്ടാക്കുമ്പോൾ അതിനൊരു കാറ്റലോഗ് കൊടുക്കുന്നുണ്ട്, എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്ന് നാം അതിനകത്ത് അറിയുന്നുണ്ട്. ചോദ്യം, നമുക്കൊരു കാറ്റലോഗ് ഉണ്ടോ? അതെ, ഉണ്ട്. BIBLE, ബൈബിൾ ഈസ് അവർ കാറ്റലോഗ്. ബൈബിളാണ് നമ്മുടെ കാറ്റലോഗ്. ദൈവത്തിൻ്റെ വചനം, അത് നമുക്കുള്ള കാറ്റലോഗാണ്. നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യം നമ്മൾ അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും ശ്രദ്ധാലുക്കളാകണം. നിങ്ങൾ 3 ചോദ്യങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം. അതിനുത്തരം നിങ്ങൾ കണ്ടെത്തണം. 1-ാമത്തെ ചോദ്യം, വൈ ഡു ഐ ലീവ്? ഞാൻ ഈ ലോകത്തിൽ എന്തിന് ജീവിക്കുന്നു? നമ്മൾ പറയും, ഞാൻ ജനിച്ചുകൊണ്ട് ജീവിക്കുക, അല്ലെങ്കിൽ വീട്ടുകാർക്ക് വേണ്ടി ജീവിക്കുക. ഇന്നലെ ഞാൻ എൻ്റെ കുറച്ച് കുഞ്ഞുങ്ങളോട് ഞാൻ ചോദിച്ചു, എന്തിനാണ് മക്കളെ നിങ്ങൾ ജീവിക്കുക? അവർ പറഞ്ഞു, പപ്പയ്ക്കും മമ്മിക്കും വേണ്ടിയാണ് ജീവിക്കുന്നത്. ചിലർ ഓർക്കുന്നത് പപ്പയ്ക്കും മമ്മിക്കും വേണ്ടിയാണ് ജീവിക്കുന്നത്. അല്ല, വി ലീവ് ഫോർ അവർ സെൽഫ്. നാം നമുക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. ആദ്യം, ഫസ്റ്റ് ഓഫ് ഓൾ വി ലീവ് ടു ഫുൾഫിൽ ദ പർപ്പസ് ഓഫ് ഗോഡ്. ദൈവം നമ്മുടെ ഉള്ളിൽ ഏൽപ്പിച്ച ദൗത്യം നിറവേറ്റാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ജീവിക്കുന്നത്. അപ്പം നിങ്ങൾ തന്നെ ചോദിക്കണം, ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്? ചിലരെ സംബന്ധിച്ച് അവർ ഫുൾ ടൈം കളിക്കാൻ വേണ്ടി രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ മൊബൈലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പബ്ജി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന കാണാം അല്ലേ? വേറെ ചില വീഡിയോ കാണാൻ വേണ്ടി, വേറെ ചില കഴിക്കാൻ വേണ്ടി ദിവസം 4 പ്രാവശ്യം കഴിക്കുന്നു ഇങ്ങനെ അല്ലേ? വേറെ ചില അവർ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒത്തിരി സമയം സ്പെൻഡ് ചെയ്യുന്നു. അങ്ങനെ പല കാര്യങ്ങൾ. ചിലരങ്ങ് എപ്പോഴും കളിയായിരിക്കും, ചിലരെപ്പോഴും ഇങ്ങനെ ചെടികൾ നടുന്നു. അവരെന്തിനാണ് ജീവിക്കുന്നത് നടത്തില്ല, പക്ഷേ എന്തൊക്കെയോ ചെയ്യുന്നു. ചില ആളുകൾ പട്ടിയെ വളർത്തി, പൂച്ച വളർത്തി, പ്രാവിനെ വളർത്തി, അതിനുവേണ്ടി മാത്രം ലൈഫ് അങ്ങ് കളയുന്നു. ഇതാണോ നമ്മുടെ ലൈഫ്? ഇനി പ്രായമുള്ള ചിലരുണ്ട്, അവരെ നോക്കിയാൽ അവർ അടുക്കളയിൽ ആഹാരം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ആളുകളുണ്ട്. ചിലർ കഴിക്കാൻ വേണ്ടി, ചില ആഹാരം ഉണ്ടാക്കാൻ വേണ്ടി. നമ്മുടെ ലൈഫിൻ്റെ പർപ്പസ് അതാണോ? നിങ്ങൾ തന്നെ ചോദിച്ചാൽ, നിങ്ങൾ എന്തിനാണ് ഈ ലോകത്തിൽ ജീവിക്കുന്നത്? നിങ്ങൾ എന്താണ് ഈ ലോകത്തിൽ നിന്ന് നേടാൻ പോകുന്നത്? ഇപ്പം നിങ്ങൾ സ്വയം ചോദിക്കണം, ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്? എന്തിനാണ്? നമുക്ക് ദൈവം തന്ന പേരും നമ്മുടെ നമ്മുടെ കഴിവും നമ്മുടെ സ്വരൂപത്തെയൊക്കെ നമ്മൾ അംഗീകരിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു. ഒപ്പം തന്നെ ചോദിക്കണം, ഞാൻ എന്തിന് ജീവിക്കുന്നു? വൈ ഡു ഐ ലീവ്? നിങ്ങൾ എന്തിനാണ് ജീവിക്കുന്നത്? ഒരിക്കലും ചോദിച്ചിട്ടുണ്ടോ? ഒന്ന് പറയാമോ എന്തിനാണ് ജീവിക്കുന്നതെന്ന്? ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് ടൈപ്പ് ചെയ്യാമോ? ഈ യൂട്യൂബ് വീഡിയോ ഇതിനടിയിൽ ഒന്ന് ടൈപ്പ് ചെയ്യാമോ? വൈ ഡു യു ലീവ്? നിങ്ങൾ എന്തിനാണ് ജീവിക്കുന്നത്? ഒരു കാര്യം ഞാൻ പറയാം, യു ആർ ഹിയർ ടു ഫുൾഫിൽ ദി പ്ലാൻസ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ പദ്ധതി നിറവേറ്റാൻ വേണ്ടിയാണ് നിങ്ങൾ ഈ ലോകത്ത് ജീവിക്കുന്നത്. ദൈവത്തിന് എല്ലാവരെക്കുറിച്ചും വ്യത്യസ്തമായ പദ്ധതിയുണ്ട്. നിങ്ങൾ യാദൃച്ഛികമായിട്ട് ജനിച്ച ആളല്ല. നിങ്ങൾ ജനിക്കും മുമ്പ് ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. നമ്മളത് തിരിച്ചറിഞ്ഞിട്ട് ആ പദ്ധതി നിറവേറ്റാൻ വേണ്ടിയാണ് നമ്മൾ ഈ ലോകത്തിലായിരിക്കുന്നത്. ടു ഫുൾഫിൽ ഗോഡ്സ് പ്ലാൻ ഇൻ അവർ ലൈഫ്, ഇൻ ആൻഡ് ത്രൂ അവർ ലൈഫ്. എന്തിനു വേണ്ടി ഞാൻ ഈ ലോകത്തിൽ ജീവിക്കുന്നു? സ്വയം ചോദിക്കണം. 2-ാമത്തെ ചോദ്യം, വാട്ട് ഐ എം ഗോയിങ് ടു അക്കംപ്ലിഷ്? ഞാൻ ഈ ജീവിതത്തിലൂടെ എന്താണ് നേടാൻ പോകുന്നത്? 10 വർഷം, 50 വർഷം, 100 വർഷം? 100 വർഷമൊക്കെ ജീവിക്കുമോ നമുക്കറിയത്തില്ല. ചിലപ്പോൾ 60 വർഷം, 70 വർഷമൊക്കെ ജീവിക്കും അല്ലേ? വാട്ട് ആർ യു ഗോയിങ് ടു ഡു? നിങ്ങൾ എന്ത് ചെയ്യാനാണ് പോകുന്നത്? എന്ത് നേടാനാണ് പോകുന്നത്? ഒരു ജീവൻ ജീവിച്ചു കഴിയുമ്പോൾ നിങ്ങൾ എന്താണ് നേടുന്നത്? ഇപ്പം നമ്മൾ 60 വർഷം ജീവിച്ചു എന്ന് പറഞ്ഞാൽ എത്ര ദിവസം നമ്മൾ ജീവിക്കുന്നുണ്ടോ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? 365 × 60, 6 3 18, ഏകദേശം 22,000 ദിവസം കഷ്ടിച്ച് നിങ്ങൾ ജീവിക്കും. യു വിൽ ബി ലിവിങ് ഫോർ 22,000 days ഇഫ് യു ലീവ് ഫോർ 60 years. ആയുസ്സുള്ള ആരോഗ്യമുള്ള 60 വർഷം ജീവിച്ചാൽ നിങ്ങൾക്ക് ആകെ 22,000 ദിവസമേ കിട്ടത്തുള്ളൂ. ഇതെങ്ങനെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്? ചിലരങ്ങ് ഉറങ്ങി തീർക്കും. ഫുള്ളങ്ങ് ഉറക്കം, മടിയും അലസതയും, ഉറക്കം മാത്രം. രാത്രിയിൽ ഉറക്കം, പകലും ഉറക്കം. അവരുടെ ഹോബി എന്തോ ഉറക്കം മാത്രം. അങ്ങനെ ചില ആളുകളുണ്ട്. ചിലർ കഴിപ്പ് മാത്രം. ചിലർ ദിവസം 3 നേരം കുളിക്കാൻ വേണ്ടി മാറ്റിക്കും. 1.5 മണിക്കൂർ വെച്ച് ബാത്റൂമിൽ മാത്രം സ്പെൻഡ് ചെയ്യുന്ന ആളുകളുണ്ട്. ചിലർ കുളിക്കാനൊക്കെ കയറി ഇറങ്ങത്തേ ഇല്ലേ? വീട്ടിൽ നിന്നൊക്കെ മമ്മിയൊക്കെ വിളിക്കണം, നീ ഉറങ്ങിയോ എന്ത് ചെയ്യുന്നറിയാൻ അല്ലേ? അപ്പം പല ആളുകൾക്കും അവരുടെ പർപ്പസ് അറിയത്തില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അപ്പോൾ ചിലർ ഉറങ്ങി തീർക്കുന്നു, വേറെ എല്ലാം എന്ത് ചെയ്യുന്നു? കുളിച്ച് തീർക്കുന്നു, വേറെ കളിച്ച് തീർക്കുന്നു.
എന്താ നിങ്ങൾ നേടാൻ പോകുന്നത്? ഇപ്പോൾ 60 വർഷം നിങ്ങൾ ജീവിച്ച് കഴിയുമ്പോൾ നിങ്ങൾ എന്ത് നേടി? ഇപ്പം നമുക്കറിയാം മഹാത്മാഗാന്ധി ജീവിച്ചിരുന്നു, മഹാത്മാഗാന്ധി ജീവിച്ചു, മഹാത്മാഗാന്ധി മരിച്ചു. എന്ത് നേടിയെന്ന് ചോദിച്ചാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടി. അതുകൊണ്ട് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്നു മഹാത്മാഗാന്ധി. എബ്രഹാം ലിങ്കൻ അടിമത്തം നിർത്തലാക്കി അമേരിക്കൻ പ്രസിഡൻ്റായി. ഇങ്ങനെ ലോകപരമായ ഒത്തിരി കാര്യങ്ങൾ അവർ നേടി. ഇനിയും നിങ്ങൾക്ക് പൗലോസിനെ അറിയാമോ? അതെ, പൗലോസ് ആരാണ്? യേശുവിനെ പ്രസംഗിച്ച, അല്ലെങ്കിൽ യേശുവിൻ്റെ ഒരു ശിഷ്യൻ. യേശുവിനെ കണ്ടിട്ട് യേശുവിൻ്റെ കൂടെ നടന്ന ഒരാളല്ലെങ്കിലും യേശുവിൻ്റെ ശിഷ്യൻ എന്ന നിലയിലേക്ക് ഉയർത്തപ്പെട്ട ഒരാളാണ് പൗലോസ്. പത്രോസിനെ അറിയാമോ? അതെ, മീൻ പിടിച്ച് നടന്ന പത്രോസ് യേശുവിനെ അനുഗമിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പത്രോസ് ആരായി? അങ്ങനെ പത്രോസ് യേശുവിൻ്റെ ഒരു ശിഷ്യനായി. നമ്മളവർ പത്രോസിനെ വിളിക്കുന്ന അപ്പോസ്തലനായ പത്രോസ്, വിശുദ്ധനായ പത്രോസ്, അല്ലേ? സഭയുടെ തലവനായ പത്രോസ്, പാതാള ഗോപുരങ്ങൾ ജയിക്കാത്ത പത്രോസിൻ്റെ ലേഖനങ്ങളൊക്കെ എത്ര അർത്ഥവത്തായ ലേഖനങ്ങളാണെന്നറിയോ? അപ്പോൾ പത്രോസിനെ നമുക്കറിയാം. പത്രോസ് ഈ ലോകത്തിൽ ജീവിച്ചു, പൗലോസ് ജീവിച്ചു, അല്ലെങ്കിൽ അബ്രഹാം ജീവിച്ചു, എബ്രഹാം ലിങ്കൻ ജീവിച്ചു, ഒത്തിരി ആളുകൾ ജീവിച്ചവരുണ്ട്. അവരൊക്കെ എന്തൊക്കെയോ അക്കംപ്ലിഷ് ചെയ്തിട്ടുണ്ട്. വാട്ട് ആർ യു ഗോയിങ് ടു അക്കംപ്ലിഷ്? നിങ്ങളെന്താ നേടാൻ പോകുന്നത്? നിങ്ങൾ എന്താണ് അക്കംപ്ലിഷ് ചെയ്യാൻ പോകുന്നത്? അതിനേക്കാൾ ഉപരി ഒറ്റൊരു ചോദ്യം, നിങ്ങൾ കുറേ വർഷം കഴിഞ്ഞ് നിങ്ങൾ മരിക്കുമ്പോൾ മറ്റുള്ളവർ എന്താണ് നിങ്ങളെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്? അയ്യോ, ഇതുപോലെ നശിച്ചൊരു മനുഷ്യൻ, അങ്ങ് തീർന്നു മതി, വീട്ടുകാർക്ക് നാട്ടുകാർക്ക് എല്ലാം തലവേദനയാണ്, ഇത് കേൾക്കാനോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതോ മറ്റുള്ളവർ പറഞ്ഞു ഒക്കെ നല്ലൊരു മനുഷ്യനായിരുന്നു, എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തെന്നറിയോ, പാവപ്പെട്ടവരെ സഹായിക്കുന്നു, നാട്ടിനെല്ലാം അനുഗ്രഹമായി, മറ്റുള്ളവർക്ക് നന്മയായി, അത് കേൾക്കുന്നതല്ലേ നമുക്ക് താല്പര്യം. അപ്പോൾ നമുക്കൊരൊറ്റ ലൈഫേ ഉള്ളൂ, നമ്മൾ നന്മയുള്ളവരായി തീരുക, മറ്റുള്ളവർക്ക് അനുഗ്രഹമുള്ളവരായി തീരുക. അതാണ് നമ്മുടെ ലൈഫിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. നിങ്ങൾക്ക് 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് നിങ്ങൾ ലോകത്ത് ജീവിക്കുമ്പോൾ. വാട്ട് യു ഗോയിങ് ടു അക്കംപ്ലിഷ് എന്നുള്ളതിന് ഉത്തരമാണ് ഞാൻ പറയുന്നത്. ഒന്ന്, യു ഹാവ് എ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. നിങ്ങളുടെ സമൂഹത്തോട് നിങ്ങൾക്കൊരു ഉത്തരവാദിത്തമുണ്ട്. നിങ്ങളായിരിക്കുന്ന സമൂഹത്തിൽ ചിലത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. യു ഹാവ് എ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. സമൂഹത്തോടുള്ള നിങ്ങളുടെ കടപ്പാട് എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം? നിറവേറ്റണം. അത് നിശ്ചയമായിട്ടും ചെയ്യണം. നിങ്ങളൊരു ജോലി നേടി ഒരു ഡോക്ടറാകുന്നു, ഒരു നേഴ്സാകുന്നു. എന്തിനാണ് നേഴ്സാകുന്നത്? നേഴ്സാകുന്നത് കാശ് കിട്ടാൻ വേണ്ടിയല്ല, ടു സെർവ് ദ സൊസൈറ്റി, സമൂഹത്തെ സേവിക്കാൻ വേണ്ടി, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത്. അതേസമയം തന്നെ നിങ്ങളൊരു ഒരു 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 ഡോക്ടറാകുന്നു കാശ് കിട്ടാൻ അല്ല, ടു സെർവ് ദ സൊസൈറ്റി, സമൂഹത്തെ സേവിക്കാൻ വേണ്ടി. നിങ്ങളൊരു മിഷണറി ആകുന്നു, ദൈവിക ദൗത്യം യേശുവിനെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി. ഒരുപക്ഷെ നിങ്ങൾ ചരിത്രം നോക്കിയാൽ നിങ്ങൾക്കറിയാം, നമ്മുടെ ഇന്ത്യ മഹാരാജ്യമാകട്ടെ മറ്റ് രാജ്യങ്ങളാകട്ടെ, അവർക്ക് മാറ്റമുണ്ടായത് മിഷണറി പ്രവർത്തനങ്ങളിലൂടെയാണ്. മിഷണറിമാരെന്താ ചെയ്തേ? ആളുകളെ സമൂലമായ മാറ്റം വരുത്തി. ഇന്ത്യയിലൊക്കെ മനുഷ്യന് ഇന്ത്യയിലെ ആളുകളെ വസ്ത്രം ധരിപ്പിക്കാൻ പഠിപ്പിച്ച മിഷണറിമാർ നിങ്ങൾക്കറിയാമോ? ഇന്ത്യയിലെ എല്ലാ ഭാഷകളും ഉണ്ടാക്കിയെടുത്തത്, ലിപി ഉണ്ടാക്കിയത് മിഷണറിമാരാണ്. ഇന്ത്യയിലെ സ്കൂൾ സിസ്റ്റം ആരംഭിച്ച മിഷണറിമാരാണ്. ഇന്ത്യയിലെ പ്രിൻറ്റിങ് ആരംഭിച്ച മിഷണറിമാരാണ്. ഇംഗ്ലീഷ് മീഡിയം ഇന്ത്യയിൽ സ്കൂൾ ആരംഭിച്ച മിഷണറിമാരാണ്. എല്ലാം മിഷണറിമാരുടെ കോൺട്രിബ്യൂഷനാണ്. അവസാനം നമ്മൾ പറയും മിഷണറിമാരോ, അവർക്ക് മതം മാറ്റാൻ വന്ന നോ, പട്ടിണി കിടന്ന തുണി കൊടുക്കാൻ അറിയാൻ പറ്റത്തനെ മനുഷ്യത്വം പഠിപ്പിച്ചത് മിഷണറിമാരാണ് കേട്ടോ. നിങ്ങൾ ചരിത്രം വായിച്ച് നോക്കണം. ഇന്ത്യയിലെ പല അനാചാരങ്ങളും നിർത്തലാക്കിയ മിഷണറിമാരാണ്. ശ്രദ്ധിച്ച് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതുപോലെ ജീവൻ കളഞ്ഞ മിഷണറി പ്രവർത്തനം. അപ്പോൾ നിങ്ങൾക്ക് മിഷണറി പ്രവർത്തനം ചെയ്യാം, നിശ്ചയമായിട്ട് ചെയ്യാൻ കഴിയും. എന്തിനാ? ടു സെർവ് ദ സൊസൈറ്റി, സമൂഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, സമൂഹത്തെ സെർവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്കത് ചെയ്യാനായിട്ട് കഴിയും. അതൊരു ദൈവിക ദൗത്യമാണ്. നിശ്ചയമായിട്ട് നിങ്ങൾക്കത് ചെയ്യണം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്കൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, സാമൂഹിക ഉത്തരവാദിത്തം. രണ്ടാമത്, യു ഹാവ് എ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് യുവർ ഫാമിലി. നിങ്ങളുടെ കുടുംബത്തോട് നിങ്ങൾക്കൊരു ഉത്തരവാദിത്തമുണ്ട്. നിങ്ങളുടെ പപ്പ, നിങ്ങളുടെ മമ്മി, അല്ലേ, അച്ഛൻ, അമ്മ, നിങ്ങളുടെ ബ്രദർ, സിസ്റ്റർ, അവരോട് നിങ്ങൾക്കൊരു ഉത്തരവാദിത്തമുണ്ട്. നീഡ് ടു ടേക്ക് കെയർ ഓഫ് യുവർ യങ്ങർ വൺസ്. നിങ്ങളുടെ ഇളയ ആളുകളെ നിങ്ങൾ ടേക്ക് കെയർ ചെയ്യണം, പപ്പയും മമ്മിയെ ഹെൽപ്പ് ചെയ്യണം. ഇനി നിങ്ങൾ കുറേ കൂടെ നിങ്ങൾ പ്രായമാകുമ്പോൾ നിങ്ങളുടെ പേരൻസ് പിന്നെയും പ്രായമാകും, നിങ്ങൾക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ കഴിയണം. നിശ്ചയമായിട്ട് അവരെ സഹായിക്കണം. നിങ്ങളുടെ ബ്രദേഴ്സ്, നിങ്ങളുടെ സിസ്റ്റേഴ്സ്, അവരെ ഹെൽപ്പ് ചെയ്യണം. കുടുംബത്തോട് നമുക്കൊരു കടപ്പാണ്. ഇനി നിങ്ങൾ കുറേ പ്രായമാകും, നിങ്ങൾ കല്യാണം കഴിക്കും, നിങ്ങളുടെ വൈഫ്, നിങ്ങളുടെ ഹസ്ബൻഡ്, അവരെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം, അവരോട് കൂടെ ചേർന്ന് നിൽക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം, അവരെ ട്രെയിൻ ചെയ്യണം. ഇതെല്ലാം നിങ്ങളുടെ ഫാമിലി റെസ്പോൺസിബിലിറ്റീസാണ്. ഇതെല്ലാം നിങ്ങൾ ചെയ്യണം. ചെയ്തേ മതിയാകത്തുള്ളൂ. ദൈവമാണ് നമുക്ക് കുടുംബം തരുന്നത്, കുടുംബജീവൻ തരുന്നത്. നിങ്ങൾ വളരുന്നു, പഠിച്ച് മിടുക്കരാകുന്നു, കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു, അനുഗ്രഹിക്കപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പോഴത്തെ നിങ്ങളുടെ ഉത്തരവാദിത്തം പഠിക്കുക എന്നുള്ളതാണ്. അപ്പം സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഫാമിലി റെസ്പോൺസിബിലിറ്റി. മൂന്നാമത്, വി ഹാവ് എ റെസ്പോൺസിബിലിറ്റി ടു അവർ സെൽഫ്. നമുക്ക് നമ്മോട് തന്നെ എന്തുകൊണ്ട് ഉത്തരവാദിത്തമുണ്ട്. നമ്മൾ യൗവനപ്രായത്തിലും ടീനേജിലും ഒക്കെ ജീവിക്കുന്നവരാ. നിങ്ങൾക്ക് നിങ്ങളോട് ഉത്തരവാദിത്തമുണ്ട്. എന്താ നിങ്ങളുടെ ഉത്തരവാദിത്തം? ഒന്നാമത്, ടേക്ക് കെയർ ഓഫ് യുവർ ബോഡി, നിങ്ങളുടെ ശരീരത്തെ സൂക്ഷിക്കാൻ. പിന്നെ നിങ്ങളുടെ മനസ്സിനെ സൂക്ഷിക്കാൻ, നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ. ഇല്ലേ, എന്നും കുളിക്കണമെന്ന് പറഞ്ഞാൽ എന്തിനാ? നമ്മുടെ ശരീരം ശ്രദ്ധിക്കാനും സൂക്ഷിക്കാനുമാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒന്ന് സംരക്ഷിക്കാനും സൂക്ഷിക്കാനും ഉള്ള ഉത്തരവാദിത്വവും കടപ്പാട് നിങ്ങൾക്കുണ്ട്. പഠിക്കണമെന്ന് പറഞ്ഞാൽ എന്തിനാ? പഠിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്ന് ഉയരാൻ വേണ്ടിയാണ്, നിങ്ങളുടെ വ്യക്തിത്വം ഉയരാൻ വേണ്ടിയാണ്, നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. സോ പഠിക്കണം. പേരൻസ് നിർബന്ധിക്കുന്നതുകൊണ്ടല്ല, അല്ലാതെ തന്നെ നിങ്ങൾ പഠിക്കാൻ സമയം മാറ്റിവെക്കണം. പഠിക്കണം, പഠിച്ച് ഉയരണം.
അപ്പം നിങ്ങൾക്കൊരു സാമൂഹിക ഉത്തരവാദിത്തമുണ്ട്, കുടുംബത്തോട് ഉത്തരവാദിത്തമുണ്ട്, നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഉത്തരവാദിത്തം. നാലാമതായി, യു ഹാവ് എ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് എ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തോടൊരു കടപ്പാടുണ്ട്. നിങ്ങളെ ആക്കി വെച്ച കർത്താവിനോട് നിങ്ങൾക്കൊരു കടപ്പാടുണ്ട്. ഈ ലോകത്തിൽ ജീവൻ തന്ന കർത്താവിനോട് കടപ്പാടുണ്ട്. എന്താ? മറ്റുള്ളവരെ സഹായിക്കാൻ, ദൈവസ്നേഹത്തെക്കുറിച്ച് പങ്കിടാൻ, നിരാശപ്പെടുന്നവർക്ക് പ്രത്യാശ പകരാൻ, രോഗികളായിരിക്കുന്നവർക്ക് പ്രാർത്ഥന നൽകാൻ, അല്ലെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഇങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങൾ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുക. ദൈവരാജ്യത്തിൻ്റെ ഭാഗമായി നിൽക്കാൻ കഴിയുക. പാട്ട് പാടാൻ കഴിയുമോ? കർത്താവിന് വേണ്ടി പാടണം. പ്രസംഗിക്കാൻ കഴിയുമോ? കർത്താവിന് വേണ്ടി പ്രസംഗിക്കണം. അങ്ങനെ വ്യത്യസ്തമായ കഴിവുകൾ ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കാനായിട്ട് ദൈവം നിങ്ങളെ കണ്ടിരിക്കുക. അപ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത്തം നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. നിങ്ങൾ സ്പെഷ്യലാണ്. ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് പദ്ധതിയുണ്ട്. 4 കാര്യമാണ് ഞാൻ പറഞ്ഞത്. യു ഹാവ് എ റെസ്പോൺസിബിലിറ്റി ടുവേഴ്സ് യുവർ ഫാമിലി, ടു ദ സൊസൈറ്റി, ടു യുവർ സെൽഫ് ആൻഡ് ദെൻ ടു ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തോട് നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്, കടപ്പാടുണ്ട്. ഇത് നിങ്ങൾ നിറവേറ്റണം. വീട്ടിൽ കിടന്ന് ചുമ്മാ ഉറങ്ങരുത്. പപ്പയും മമ്മിയെ ഹെൽപ്പ് ചെയ്യണം. നിങ്ങളുടെ സഹോദരങ്ങളെ സഹായിക്കണം. അവർക്ക് വേണ്ടി ചിലത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയുമോ? ചെയ്യണം. ആരോഗ്യമുണ്ട്, ചെയ്തേ ഒക്കത്തുള്ളൂ. അപ്പോൾ നമ്മളത് ചെയ്യണം. പ്രധാനപ്പെട്ട 2 കാര്യം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, വൈ ആർ യു ലിവിങ്? എന്തിനാണ് ജീവിക്കുന്നത്? 2, വാട്ട് ആർ ഗോയിങ് ടു അക്കംപ്ലിഷ്? നിങ്ങൾ എന്താ നേടാൻ പോകുന്നത്? 50 വർഷം 60 വർഷം ജീവിച്ചാൽ നിങ്ങളുടേതായിട്ടുള്ള ചിലത് ബാക്കി വെക്കണം. ചില എഴുത്തുകൾ, നിങ്ങൾ കണ്ടുപിടിച്ച ചില പുതിയ കാര്യങ്ങൾ, നിങ്ങൾ പഠിപ്പിച്ച ചില കുഞ്ഞുങ്ങൾ, നിങ്ങൾ ദൈവവചനം പറഞ്ഞു കൊടുത്ത ആളുകൾ, ഇങ്ങനെ നിങ്ങളുടെ ചുറ്റും ഒരു വലിയ ഗ്രൂപ്പ് ഉണ്ടാകണം. എപ്പം നിങ്ങൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പം നിങ്ങളുടെ ആ ഒരു ഫുട് പ്രിൻ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ വഴി പിന്തുടരാൻ ആളുകൾ കാണണം. അല്ലെങ്കിൽ തിന്മ മാത്രം പ്രവർത്തിച്ച് മറ്റുള്ളവർക്ക് ദോഷകരമായി ജീവിച്ചാലോ ആർക്കും ഇഷ്ടപ്പെടത്തില്ല. അത് വേണ്ട. നന്മയുടെ വക്താക്കളായിട്ട് നമ്മൾ തീരണം. പൗലോസിൻ്റെ ഭാഷയിൽ തിന്മയാൽ നന്മയെ ജയിക്കുക. നമുക്ക് കഴിവുള്ളിടത്തോളം മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുക, നന്മ ചെയ്യുക. അതിനുവേണ്ടി ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ദൗത്യങ്ങൾ നമ്മൾ നിറവേറ്റുമ്പോൾ നിശ്ചയമായിട്ടും ദൈവത്താൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടും, ദൈവത്താൽ നമ്മൾ മാനിക്കപ്പെടും. നിങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് നന്മയായി തീരും. മൂന്നാമത്തെ ചോദ്യം ഇതാണ്, വേർ ആർ യു ഗോയിങ്? നിങ്ങൾ എവിടേക്കാണ് യാത്ര ചെയ്യുന്നത്? നമ്മളിങ്ങനെ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു, നാട്ടുകാരെ നന്നാക്കുന്നു, സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്നു. നിങ്ങൾ എവിടേക്കായി പോകുന്നത്? നിങ്ങളുടെ ലൈഫിൻ്റെ പർപ്പസൊക്കെയാണ് പറയുന്നത്. എവിടേക്കാണ് പോകുന്നത്? സ്വർഗത്തിൽ പോകാനോ? ചിലരൊന്നും ഈ പോക്ക് പോയാൽ സ്വർഗത്തിൽ പോകത്തില്ല. നരകത്തിൽ പോകാനാണെങ്കിൽ ഈ പോക്കങ്ങ് പോയാൽ നരകത്തിൽ ചെല്ലും. നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാവരും മരിക്കാൻ നമുക്കെല്ലാം പേടിയാണ്. പക്ഷേ വി ഹാവ് ടു ഡൈ വൺ ഡേ. ക്വസ്റ്റ്യൻ, വേർ വിൽ യു ഗോ? നിങ്ങൾ എവിടേക്ക് പോകും? മരണം എന്ന് പറയുന്ന 3 അക്ഷരം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് നിത്യത എന്ന് പറയുന്ന 3 അക്ഷരത്തിലേക്കാണ്. നിത്യതയെ നമുക്ക് 2ആയിട്ട് തിരിക്കാം. ഒന്ന് നിത്യനരകം, അല്ലെങ്കിൽ നിത്യസ്വർഗം. കർത്താവിന് വേണ്ടി നിലനിന്നാൽ, യേശുപ്പച്ചന് വേണ്ടി ജീവിച്ചാൽ, ദൈവഹിതം നിറവേറ്റിയാൽ നിശ്ചയമായിട്ടും നിങ്ങൾ നിത്യസ്വർഗത്തിൽ അവകാശികളായി തീരും. യേശു നിങ്ങൾക്ക് വേണ്ടി ഭവനം ഒരുക്കുന്നു. യേശു നിങ്ങളെ സ്വർഗത്തിലേക്ക് ചേർക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ആഗ്രഹം ഇത്രയേ ഉള്ളൂ, എനിക്ക് കർത്താവിനോട് കൂടെ ആയിരിക്കണം, ദൈവത്തോട് ചേർന്ന് യാത്ര ചെയ്യണം. ആ ഒരു താല്പര്യം നിങ്ങളുടെ ഉള്ളിലുണ്ടാകണം. അപ്പം ഞാൻ പറഞ്ഞിത്രയേ ഉള്ളൂ, നമുക്ക് എവിടേക്കാണ് നമ്മൾ പോകുന്നത്? ഞാൻ പോകുന്നത് എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിലേക്കാണ്. ആ ഒരു പ്രത്യാശ എപ്പോഴും നമുക്കുണ്ടാകണം. അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത്? ദൈവവചനം വായിച്ച് ദൈവിക കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കണം. കർത്താവിനെ സ്നേഹിക്കാൻ നിങ്ങൾ പഠിക്കണം. ബൈബിൾ വായിക്കാനും അതനുസരിക്കാനും നിങ്ങൾ പഠിക്കണം. മാതാപിതാക്കളെ ബഹുമാനിക്കാൻ പഠിക്കണം. മറ്റുള്ളവരോട് സ്നേഹത്തോടെ സംസാരിക്കാൻ പഠിക്കണം. ചിലരൊക്കെ ഉണ്ട്, കൂട്ടുകാരോട് ഇഷ്ടമില്ലാതെ ചീത്ത പറയുന്നവരും ഇല്ലേ, പിണങ്ങിയിരിക്കുന്നവരൊക്കെ ഉണ്ട്. മാതാപിതാക്കളോട് പിണങ്ങിയിരിക്കുന്നവരുണ്ട്. നെവർ ഡു ദാറ്റ്. ഒരിക്കലും ചെയ്യരുത്. ലവ് യുവർ പേരൻസ്. നിങ്ങളുടെ മാതാപിതാക്കൾ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. അവരോട് ചേർന്ന് യാത്ര ചെയ്യണം. വളരെ ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഒരു ചെറുപ്പക്കാരനാണ് നിക്ക് എന്ന് പറയും. നിക്ക് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ. റൺ ബേബി റൺ എന്ന് പറയുന്ന ഈ നോവലിൽ നിക്കി ക്രൂസ് എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരനെ കുറിച്ച് പറയുന്നുണ്ട്. കൊള്ളരുതാത്തവനായി ലോകത്തിന് പുറകെ എല്ലാം ജീവിച്ചൊരു മനുഷ്യൻ. അവൻ വീട്ടുകാർക്കെല്ലാം തലവേദനയാണ്. അമേരിക്കയിലെ ന്യൂയോർക്ക് പട്ടണത്തിൽ ഒരു വലിയ ഗുണ്ട തലവനായി ജീവിച്ചെടുത്തൻ. അവൻ്റെ അപ്പൻ അവനോട് പറഞ്ഞു, യു വിൽ നെവർ ഹാവ് റെസ്റ്റ്. നിനക്ക് വിശ്രമം ഉണ്ടാകത്തില്ല. അദ്ദേഹം പറഞ്ഞതാണ്, കാലുകളില്ലാത്തൊരു പക്ഷിയെപ്പോലെ ആകും നീ. എന്താ കാലുകളിലെ എന്താ പ്രശ്നം? ഒരിക്കലും ഇരിക്കാനൊക്കത്തില്ല, പറന്നുകൊണ്ടിരിക്കും. അങ്ങനെ ജീവിച്ച നിക്കി ക്രൂസിൻ്റെ ജീവിതത്തെ യേശു രൂപാന്തരപ്പെടുത്തി. നാട്ടുകാർക്ക് തലവേദനയായിരുന്നു, പക്ഷേ ജീവിതം രൂപാന്തരപ്പെട്ടു. യേശു അവൻ്റെ ജീവിതത്തിൽ വന്നു. സമൂഹത്തിൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടവനായി തീർന്നു. നിക്കി ക്രൂസ്. ഇതുപോലെ 100 കണക്കിന് ആളുകളുണ്ട്. 2 കൈയും 2 കാലും ഇല്ലാത്ത നിക്കി ഉജുസിക് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. വീട്ടുകാരോർത്ത് ഈ മാംസമുണ്ട്, ഇവൻ എന്ത് ചെയ്യും? 2 കൈയും ഇല്ല, 2 കാലും ഇല്ല. പക്ഷേ ഇന്ന് 1000 ആളുകൾക്ക് അനുഗ്രഹം പകരുന്ന ആളാണ് നിക്ക് വുജിസിക്. NICK, നിക്ക് വുജിസിക്, VUJICIC. ഒന്ന് കണ്ടു നോക്കണം. അതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട്. കൈയും കാലും ഇല്ല, പക്ഷേ മറ്റുള്ളവർക്ക് പ്രചോദനമാണ്. ഇവിടെ കൈയും കാലും ഒക്കെ ഉണ്ട്, പക്ഷേ പ്രയോജനമൊന്നുമില്ല. നിങ്ങളുടെ അടുത്ത് വരുന്ന ഒരാൾക്ക് പ്രകാശം പരത്താൻ കഴിഞ്ഞാലോ? നമ്മുടെ ചുറ്റും 2 ചെറിയ പ്രാണികളുണ്ട്. ഒന്ന് മിന്നാമിനുങ്ങാണ്, 2
നമ്മൾ ഈ കാണുന്ന ചെറിയ കൊതുകാണ്. കൊതുകിന് ഇഷ്ടമാണോ? ഇല്ല. കാരണം എന്തുവാ? രോഗങ്ങൾ പരത്തുന്നു, മാരകമായ അസുഖങ്ങൾ പരത്തുന്നു, കടിച്ചു നോവിക്കുന്നു. നമുക്കിഷ്ടമില്ല. പക്ഷേ മിന്നാമിനുങ്ങോ ഒത്തിരി ഇഷ്ടമാണ്. കാരണം എന്തുവാ? പ്രകാശം തരുന്നു. നമുക്കൊരു ചെറിയ മിന്നാമിനുങ്ങാകാം. നമ്മളായിരിക്കുന്നിടത്തൊരു മിന്നാമിനുങ്ങാകാം. കുഞ്ഞെ, നിൻ്റെ വീട്ടിൽ നിനക്കൊരു മിന്നാമിനുങ്ങായി അല്പം പ്രകാശം കൊടുക്കാൻ കഴിയുമോ? അല്പം സ്നേഹം പകരാൻ കഴിയുമോ? വെറുപ്പും വിദ്വേഷവും മാറ്റാൻ കഴിയുമോ? പിശാചാണ് നമ്മുടെ ഉള്ളിൽ ഈ വെറുപ്പും വിദ്വേഷമൊക്കെ തരുന്നത്. മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുക, മറ്റുള്ളവരോട് ചേർന്ന് യാത്ര ചെയ്യാൻ കഴിയുക, അങ്ങനെ കർത്താവിന് കൊള്ളാവുന്നവരായിട്ട് തീരണം. 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഉള്ളിൽ തന്നത്. യൗവനക്കാര, നിൻ്റെ യൗവനത്തിൽ നീ സൃഷ്ടാവിനെ അറിയണം. ദൈവത്തോട് ചേർന്ന് യാത്ര ചെയ്യണം. അങ്ങനെ മിടുക്കരായിട്ട് തീരണം. അപ്പോൾ ഈ പാഠം നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്യും. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട പാഠങ്ങളാണ്. നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്കൊരു ഹോംവർക്കാണ്. സദൃശ്യവാക്യങ്ങളിലെ അധ്യായം 1 മുതൽ 31 വരെ വായിക്കണം. ഒരു ദിവസം ഒരധ്യായം വെച്ച് വായിച്ചാൽ മതി. ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് വായിച്ചു തീർക്കാൻ കഴിയും. ശ്രദ്ധിച്ച് വായിക്കണം. അതിനകത്തു നിന്നുള്ള പാഠങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ പ്രായോഗികമാക്കണം. നിങ്ങൾക്ക് വേണ്ടി ഒത്തിരി നല്ല പാഠങ്ങളുണ്ട്. ശലോമോൻ എഴുതിയ സദൃശ്യവാക്യങ്ങളാണ്. ആ പാഠങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവമാക്കണം. മിടുക്കരായിട്ട് പഠിക്കണം. സദൃശ്യവാക്യങ്ങൾ വായിച്ച് അങ്ങനെ തീർത്ത് കഴിഞ്ഞാൽ കാണാതെ പഠിക്കാൻ നോക്കുന്ന വാക്യങ്ങളെല്ലാം കാണാതെ പഠിക്കണം. ഇന്ന് നിങ്ങൾക്കുള്ള ഒരു പ്രധാനപ്പെട്ട വാക്യം സദൃശ്യവാക്യങ്ങളിൽ നിന്നാണ്. സദൃശ്യവാക്യം 3-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം, പ്രോവെർബ്സ് ചാപ്റ്റർ 3 വേഴ്സ് 6. നമുക്ക് ചിലർക്ക് അറിയാവുന്ന വാക്യമാണ്. ആ വാക്യമാണ് നമ്മൾ മനഃപ്പാഠമായിട്ട് പഠിക്കുന്നത്. ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുകയും ചെയ്യണം. കഴിയുമെങ്കിൽ പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ മെമ്മറി വേഴ്സ് ഇതിനടി ടൈപ്പ് ചെയ്യണം. അല്ലെങ്കിൽ എനിക്ക് വാട്സപ്പായിട്ട് മെസ്സേജ് അയക്കണം. 3-ന്റെ 5-6 വാക്യങ്ങളാണ്. 5-ാം വാക്യം, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. 6-ാം വാക്യം, നിൻ്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിൻ്റെ പാതകളെ നേരെയാക്കും. അതിൻ്റെ 5-ാം വാക്യം പറയുന്നത്, ട്രസ്റ്റ് ഇൻ ദ ലോർഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട്, ഡു നോട്ട് ലീൻ ഓൺ യുവർ ഓൺ അണ്ടർസ്റ്റാൻഡിങ്. സ്വന്തം വിവേകത്തെ എന്ത് ചെയ്യരുത്? ഊന്നരുത്. ദൈവത്തിൽ ആശ്രയിക്കാൻ കഴിയട്ടെ. നല്ല മിടുക്കരായി നല്ല കുഞ്ഞുങ്ങളായിട്ട് വളരാം. കർത്താവിന് ഇഷ്ടമുള്ള കുഞ്ഞുങ്ങളായിട്ട് വളരാം. ദൈവഹിതം ചെയ്യാം. ചോദ്യങ്ങൾ നിങ്ങൾ തന്നെ ചോദിക്കണം. നിങ്ങൾ ഉത്തരം കണ്ടെത്തണം. ആരുമാകാം, നിങ്ങൾക്ക് വലിയ ആരുമാകാം. പക്ഷേ കർത്താവിന് ഇഷ്ടം ചെയ്യുന്ന, ദൈവഹിതം ചെയ്യുന്ന ആളുകളായിട്ട് നിങ്ങൾക്ക് വളരാൻ കഴിയുമെങ്കിൽ അത് ഏറ്റവും അനുഗ്രഹം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണലി ഉള്ള ആവശ്യങ്ങളോ വിഷയങ്ങളോ, ഒരു പ്രാർത്ഥന വിഷയമുണ്ട്, ഒരു കൗൺസിലിങ്ങിന് ആവശ്യമുണ്ട്, നിങ്ങൾ വിളിക്കണം. നിശ്ചയമായിട്ട് നിങ്ങൾ വിളിക്കണം. നിങ്ങൾക്ക് അനുഗ്രഹമാകും. എൻ്റെ നമ്പർ ഞാനൊന്ന് ഓർപ്പിക്കുന്നു, 9495927117. ഒന്നുകൂടെ പറയട്ടെ, 9495927117. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ഈ കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് കൊടുത്ത മനോഹരമായ ജീവിതത്തിനായി സ്തോത്രം. അവർ അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് നിലനിൽപ്പാൻ ദൈവം കൃപ ചെയ്യണം. മാതാപിതാക്കൾക്ക്, കുടുംബങ്ങൾക്ക് അനുഗ്രഹമാക്കി അവരെ തീർക്കണമേ. ദൈവകരങ്ങളിലേക്ക് അവരെ ഏൽപ്പിക്കുകയാണ്. അവരുടെ പഠനം അനുഗ്രഹിക്കണം. ദൈവിക ഹിതപ്രകാരം ജീവിതത്തിൽ എന്തിന് ജീവിക്കുന്നു എന്നുള്ള ബോധ്യത്തോടെ വളരാൻ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പഠിച്ച പാഠങ്ങൾ അവർക്ക് അനുഗ്രഹമാക്കി തീർക്കണം. കർത്താവ് അവരെ ധന്യമായിട്ട് അനുഗ്രഹിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു സോ മച്ച്. VBS എക്സൽ മിനിസ്ട്രീസ് എന്നുള്ള പ്രത്യേക വന്ദനം. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കേണ്ടി. വീണ്ടും സൺഡേ സ്കൂളിൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കണം. മറ്റു കൂട്ടുകാരെ നിങ്ങൾ അറിയിക്കണം, അവർക്ക് അയച്ചു കൊടുക്കണം. ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ അറിയിക്കുകയും ചെയ്യണം. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലസ് യു.